ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഫോർമേഷൻ ആട്ടോ പറയാനുള്ളത്. നമ്മൾ ഈ സൺഡേയിലൊക്കെ മാട്രിമോണിയൽ ആഡ്സ് പത്രത്തിൽ കാണാറുണ്ടല്ലോ. അപ്പോൾ അതേപോലെ കണ്ട സമയത്ത് നമുക്ക് കണ്ടപ്പം അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം നമുക്കൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത സമയത്ത് അതൊരു അയർലൻഡിൽ ആണ് ജോലി. ഇപ്പം പത്രത്തിൽ ഇഷ്ടംപോലെ അങ്ങനെ കാണുന്നുണ്ട്, നേഴ്സാണ്, കാനഡ, അങ്ങനെ ഓരോ സ്ഥലങ്ങൾ പറഞ്ഞിട്ട്. അപ്പം നമ്മളത് ഇൻട്രസ്റ്റ് കണ്ടപ്പം നമ്മളൊന്ന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് മാട്രിമോണിയലാണ്, പിന്നെ എന്താണ് ആളുടെ ഡീറ്റെയിൽസ്. അപ്പം നമ്മൾ ആളുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഏത് പ്രപ്പോസലാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന ഒരു പത്രത്തിൽ ഇത് കണ്ട ഒരു ബേസിലാന്ന് പറഞ്ഞു. അതൊരു ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാട്രിമോണിയാണ്. അപ്പം അവർ പറഞ്ഞു നമ്മൾ ആ കുട്ടീൻ്റെ വീട്ടുകാരായിട്ട് സംസാരിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ വിളിക്കാമെന്ന്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് അപ്പം തിരിച്ചവർ കോൺടാക്ട് ചെയ്തു. അപ്പം കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു നമ്മൾ ഡീറ്റെയിൽ ഒക്കെ അവർക്ക് സമ്മതമാണ്. കോൺടാക്ട് ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്ത് സമ്മതമാണ് എന്ന് പറഞ്ഞു. നമ്മൾ അടുത്തുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മളെ രീതിയിലൊന്ന് അന്വേഷിച്ചു. അപ്പം അന്വേഷിച്ച സമയത്ത് അങ്ങനെ ഒരു ടീമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഇങ്ങനെ ഒരു അയർലൻഡിൽ എന്നൊക്കെ പറയുമ്പം ആ ഒരു നാട്ടിൽ എല്ലാവർക്കും എന്തായാലും അറിയാമായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു ലേഡിയില്ല. അപ്പം ഇങ്ങനെ ഒരു ഫാമിലിയോ ഈ പറയുന്ന ഡീറ്റെയിലോ അവിടെ ഒരാളില്ല. അപ്പം ഇത് ഞാൻ വേറൊരാളടുത്ത് നമുക്ക് പരിചയമുള്ള ഒരാളടുത്ത് ഷെയർ ചെയ്തപ്പം അവർ പറഞ്ഞു ഇതേപോലെ തന്നെ അവർക്ക് പരിചയമുള്ള ആൾക്കാർ ഇതേപോലെ പൈസ അടച്ചിട്ട് ഒരുപാട് പൈസ പോയിട്ടുണ്ട്. കാരണം ഇവർ നമ്മളോട് പറയും ഡീറ്റെയിൽ പോസ്റ്റലിൽ വരും, നിങ്ങൾ എന്ത് ചെയ്യുക പോസ്റ്റലിൽ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീറ്റെയിൽ അതിലുണ്ടാവും, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാമെന്ന്. ഇത് പറ്റ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പ്രപ്പോസലാണ് ചോദിച്ചത് അതിൻ്റെ ഡീറ്റെയിൽ വരില്ല. ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാൾക്ക് കിട്ടിയ ഒരാളിൻ്റെ ഫ്രണ്ട് അവരൊരു ഫ്രണ്ടാണ് ഇത് നമുക്ക് പറഞ്ഞു തന്നത്. അവർ പറയണത് ഈ ഡീറ്റെയിൽ വിളിച്ച സമയത്ത് ആ കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞ് നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് അതിനൊരു കുട്ടിയുണ്ട്, അതിൻ്റെ ഹസ്ബൻഡാണ് കോൾ എടുത്തത്. ഹസ്ബൻഡ് പറയണത് ഇത് എത്ര കോളായി ഇങ്ങനെ വരുന്ന അവർ ആ മാട്രിമോണിയലിൻ്റെ പേരിൽ പരാതി കൊടുക്കാൻ പോകും. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷയിലും അല്ലെങ്കിൽ ഒരു പ്രപ്പോസലല്ലേ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അപ്പം ഇങ്ങനെ കുറേ ഉഡായ്പ പത്രത്തിൽ ഇറങ്ങിയിട്ട്. അപ്പം നമ്മളെന്താണ് ഈ മലയാള മനോരമ, മാതൃഭൂമി എന്നൊക്കെ പറയുമ്പോൾ ജെനുവിൻ പത്രങ്ങളാണ്. അപ്പോൾ അതിൽ വരുന്ന ആഡ് ഫേക്ക് ആവില്ല എന്നുള്ള രീതി. പറ്റ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് 1000-ഉം 2000-ഉം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 പേര് ഒരു ദിവസം അവർ ചാക്കിട്ട് പിടിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയായി. അപ്പോൾ ഇങ്ങനത്തെ ഉടായ്പിൽ പോയി പെടാതിരിക്കുക. ഇതൊക്കെ പറ്റ ഫ്രോഡ് പരിപാടിയാണ്. പറ്റ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ പറ്റ തട്ടിപ്പ്. അതിൻ്റെ പേര് എനിക്കറിയാം. പിന്നെ അവരെ മെൻഷൻ ചെയ്തിട്ട് അവരെ ബുദ്ധിമുട്ടിക്കും. ഞാൻ വിളിച്ചിട്ട് നന്നാക്കിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു കക്കാൻ പോയിക്കൂടെ എന്ന് തന്നെ ഞാൻ ചോദിച്ചു.